നമസ്കാരം. കഴക്കൂട്ടം മണ്ഡലത്തിൽ വി മുരളീധരൻ എന്ന കൊടും വിഷമായിട്ടുള്ള സ്ഥാനാർത്ഥി ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ല. എന്തുകൊണ്ടത് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എത്ര ശ്രമിച്ചിട്ടും വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മരണത്തെപ്പോലും, അതും ഒരു ക്ഷേത്രത്തിലെ പോറ്റി ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ മരണത്തെ ജനങ്ങളുടെ ഇടയിലേക്ക്, ഏത് വിശ്വാസികളായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റായി ജനൻ ടിവിയെ വിളിച്ച് പ്രചരിപ്പിച്ച് അതിലൂടെ ജനങ്ങളുടെ വികാരമുണർത്തി തൻ്റെ വിജയത്തിന് വോട്ടാക്കി മാറ്റാൻ ഒരാൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാളെ ആ മണ്ഡലത്തിലെ ജനപ്രതിനിധിയാക്കാൻ പാടുണ്ടോ? കാര്യം നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് തരം ആശയങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുക. ആ ആശയങ്ങളിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള ആശയം അവർ അംഗീകരിക്കുന്നു, അതിനവർ വോട്ടിട്ട് വിജയിപ്പിക്കുന്നു. അതാണല്ലോ വേണ്ടത്. അല്ലാതെ എന്ത് വൃത്തികേടും എന്ത് അലവലാതിത്തരവും കാണിച്ചല്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത്. ഇപ്പോൾ വി മുരളീധരൻ വിജയിക്കാൻ വേണ്ടി കഴക്കൂട്ടം മണ്ഡലത്തിൽ കാണിച്ചത് പച്ച വർഗീയതയും അലവലാതിത്തരവുമാണെന്ന് നിസ്സംശയം പറയാം. അതിൻ്റെ കാരണമായിട്ടുള്ള സംഭവം എന്താണെന്ന് വിശദീകരിക്കുക. അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ ആനേറയ്ക്ക് സമീപമുള്ള മുല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ പോറ്റി ആത്മഹത്യ ചെയ്തു. ഈ ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ അവിടെ നിന്ന് എങ്ങനെയോ അറിഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയെന്ന്. ഈ ഒരൊറ്റ കാരണം മനസ്സിലാക്കിക്കൊണ്ട് ആ ക്ഷേത്രത്തിലെ ഈ പോറ്റി ആത്മഹത്യ ചെയ്യാൻ കാരണം കടകംപള്ളി സുരേന്ദ്രനാണെന്ന് അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. അതിന് ജനൻ ടിവിയെ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പടർത്തുന്ന ഒരു ചാനലാണ് ഈ ജനം ചാനൽ. മറ്റു ചില പേരുകൾ നാട്ടുകാർ വിളിക്കുന്നുണ്ട്, പക്ഷെ അത് പറയാൻ കൊള്ളാത്തത് കൊണ്ട് ആ മലിനജലത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ആ ചാനലിലൂടെ ഇതിനെ സംബന്ധിച്ച് ഒരു വ്യാജ പ്രചരണം അങ്ങ് അഴിച്ചു പിടിക്കുകയാണ്. എന്തിനായിരിക്കണം? കാര്യം താൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പറഞ്ഞ ആശയങ്ങൾ ജനം സ്വീകരിച്ചെങ്കിൽ ഈ തെമ്മാടിത്തരം മുരളീധരൻ കാണിക്കത്തില്ലല്ലോ. അദ്ദേഹം ആ പോറ്റിയുടെ മരണത്തിന് കാരണം കടകംപള്ളി അവിടെ ചെന്നതിന് ശേഷം തീർത്ഥം വാങ്ങിച്ചിട്ട് അദ്ദേഹം അത് കളഞ്ഞു, അതിൻ്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തു എന്ന് നാട്ടിലെ ജനങ്ങളോട് അങ്ങ് പ്രചരിപ്പിക്കുകയായിരുന്നു. ഇനി എന്താണ് വസ്തുത എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഈ ആത്മഹത്യ ചെയ്ത വിഷ്ണു എന്ന പോറ്റിയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് ആ കാണുന്ന ആത്മഹത്യാ കുറിപ്പ്. അദ്ദേഹം എന്തിനിത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായിട്ട് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട്. ആ ആത്മഹത്യാ കുറിപ്പിൽ എങ്ങും കടകംപള്ളിയുടെ പേരേ ഇല്ല. പക്ഷെ ഒരു പോറ്റി മരണപ്പെട്ടു, വർഗീയത കത്തിച്ച് വോട്ടാക്കാൻ കിടില അവസരം. ഇവനൊക്കെ ഭക്തി കച്ചവടക്കാരാണ്. ഭക്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യസാധ്യത്തിനുള്ള മാർഗമാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കിയോ, ആ ആത്മഹത്യാ കുറിപ്പിലെ വാചകങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഓം ശ്രീ ഭദ്രകാളി നമ. ഞാൻ വിഷ്ണു പോറ്റി. എൻ്റെ മരണത്തിന് കാരണം ഉത്തമിച്ചേട്ടനും വിനോദ് ചേട്ടനുമാണ്. കാരണം എന്നെ ക്ഷേത്രത്തിൽ വെച്ച് അപമാനപ്പെടുത്തി. എനിക്ക് അത് സഹിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ കുടുംബത്തിനോടും മകളുടെ കുടുംബത്തോടും ചെയർമാനോടും ക്ഷമ ചോദിക്കുന്നു. നന്ദി, വിഷ്ണു പോറ്റി. ഇതാണ് ആത്മഹത്യാ കുറിപ്പായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച് ക്ഷേത്രത്തിനകത്ത് ആത്മഹത്യ ചെയ്തത്. ഇതെന്തിനാണ്? ജനൻ ടിവിയെ വിളിച്ചിട്ട് തീർത്ഥം അദ്ദേഹം കളഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു എന്നതിന് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഹിന്ദു വിശ്വാസത്തെ വ്രണപ്പെടുത്തുക, അതിൽ നിന്ന് വികാരമുണ്ടാക്കിച്ച് വോട്ടാക്കുക. നെറുകേടാണോ? തെമ്മാടിത്തമാണോ? ഈ സംഭവത്തെക്കുറിച്ച് അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്ന പ്രതികരണം കൂടി കേൾക്കും. തിരുവനന്തപുരം ആനയറയിൽ ക്ഷേത്ര പരിസരത്ത് മേൽശാന്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തീർത്ഥം കുടിച്ചു. ഇല്ല തീർത്ഥം കുടിച്ച് ഇങ്ങനെ തടവി. കടമ്പളി മാത്രമേ അകത്ത് വന്നുള്ളൂ. തനിയെ വന്ന് പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി ഇത്തിരി നേരം കാത്തിരിക്കുകയും ചെയ്തു. പോറ്റി കണ്ടതുമില്ല. പോറ്റിക്ക് എന്തോ ഒരു ദുഃഖം. ഞാൻ വിജയലക്ഷ്മിയോട് പറയുകയും ചെയ്ത്. കൊടിയേറുന്ന ദിവസം സാറ് നടന്നു കയറി വരുമ്പോൾ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഞാനും കയറി, കടമ്പള്ളി സാറ്. അപ്പോൾ സാറ് കയറി ഇവിടെ തൊഴുത് തീർത്ഥമൊക്കെ വാങ്ങി. തീർത്ഥം എങ്ങനെ കുടിച്ചോ? തീർത്ഥം കുടിച്ചു. തീർത്ഥം കുടിച്ചു. ഇല്ല തീർത്ഥം കുടിച്ച് ഇങ്ങനെ തടവി. ബാക്കി പിന്നെ പ്രസാദം വാങ്ങി പോറ്റിക്ക് ദക്ഷിണയും കൊടുത്ത് പോയി ഉണ്ട്. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ CCTV നോക്കിയാൽ അറിയാമല്ലോ. പക്ഷേ ഈ പോറ്റി 18 കൊല്ലം കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഒന്ന് സംഭാഷണമില്ല. പൊതുവേ അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ആരോടും പറയാറുള്ള പോറ്റിയല്ല.
പോറ്റി എല്ലാ ദിവസവും ഉണ്ടായിരുന്നല്ലോ, വൈകുന്നേരം ഗുരുതിക്കെല്ലാം ഉണ്ടായിരുന്നല്ലോ. മുമ്പേ ഇതുപോലെയൊക്കെ വരുമ്പോൾ അവർ നമുക്കൊരു സൗകര്യം ഇല്ലെങ്കിൽ താക്കോലി ചെയർമാനെ ഏൽപ്പിച്ചിട്ട് പോകുക എന്നുള്ളതാണ് എല്ലാ അമ്പലത്തിലുള്ളത്. ആൾക്കാർ കൂടിക്കുമ്പം പൊതുവേ സ്ത്രീകളാണ് അകത്ത് കൂടുതൽ നിൽക്കുന്നത്, നമുക്കകത്തോട്ട് തള്ളിക്കയറി പോകില്ല. അപ്പോൾ അതിന് ശേഖത്ത് വല്ലതും നടന്നു വന്നെങ്കിൽ സ്ത്രീകൾക്ക് അറിയാമായിരിക്കും. അവർ ഒരാളറിഞ്ഞ് എന്തായാലും ഇവിടെ മൊത്തം പരക്കും. അന്ന് നമ്മൾ ദേവി മഹാത്മ്യം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കടാമ്പള്ളി സൈഡ് വഴി വന്നു. എന്നിട്ട് അവിടുത്തെ ഗിരിജയുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് നമ്മളടുത്ത് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങോട്ടൊക്കെ പോയി. ഞാൻ അകത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ കടമ്പള്ളി കയറി വന്ന് തനിയെ കയറി വന്ന്, ആരും ഇല്ലായിരുന്നു കൂടെ, വന്ന് പോറ്റിയുടെ അടുത്ത് പ്രസാദത്തിന് വേണ്ടി നിന്ന്. പക്ഷെ പോറ്റി ശ്രദ്ധിക്കുന്നില്ല. പോറ്റിക്ക് എന്തോ ഒരു ദുഃഖം പോലെ ഉള്ളിൽ. പെട്ടെന്ന് പോറ്റി തിരിഞ്ഞു നോക്കിയപ്പോൾ കടമ്പള്ളിയെ കണ്ടു. പെട്ടെന്ന് തന്നെ ഒരു തൊഴുതിട്ട് പോറ്റി കടമ്പള്ളിയെ തൊഴുതിട്ട് ഒരു തുമ്പല എടുത്ത് അതിൽ പ്രസാദം കൊടുത്ത്. കടമ്പള്ളി മാത്രമേ അകത്ത് വന്നുള്ളൂ. തനിയെ വന്ന് പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി ഇത്തിരി നേരം കാത്തിരിക്കുകയും ചെയ്തു. പോറ്റി കണ്ടതുമില്ല. പോറ്റിക്ക് എന്തോ ഒരു ദുഃഖം. ഞാൻ വിജയലക്ഷ്മിയോട് പറയുകയും ചെയ്ത്. അതിന് തലേ ദിവസമേ ഞങ്ങൾ ഇവിടെ വൈകുന്നേരം ലളിത സഹസ്രനാമം വാങ്ങിക്കാൻ വരുമല്ലോ. അപ്പോൾ ആ പോറ്റി അവരോട് പറയുകയും ചെയ്ത് ഞാൻ 5-6 ദിവസം കഴിഞ്ഞ് അങ്ങ് പോകുമെന്ന്. പോറ്റിക്ക് എന്തോ ദുഃഖം ഉണ്ടായിരുന്നു. അത് ആരോട് ചോദിച്ചാലും അറിയാം. കണ്ടല്ലോ, അധികാര സ്ഥാനത്തേക്ക് എത്താൻ ജനങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തി നിറയ്ക്കുക, ഇല്ലാത്തതുണ്ടെന്ന് വരുത്തുക, മരണത്തെ പോലും കച്ചവടമാക്കി വോട്ടാക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിന്റെ പടിവാതിൽ കടക്കാൻ വി മുരളീധരൻ എന്ന വ്യക്തിക്ക് യോഗ്യതയില്ല എന്ന് പറയേണ്ടി വരികയാണ്. ഇങ്ങനെ വിഷലിപ്തമായ ഒരു മനസ്സ് ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ സ്വന്തം കാര്യസാധ്യത്തിനും സ്വന്തം നിലനിൽപ്പിനു വേണ്ടി എന്ത് അലവലാതിത്തരവും എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ് വി മുരളീധരൻ എന്ന് കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നതാണ് ആത്മഹത്യാക്കുറിപ്പും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ പ്രതികരണവും. എന്തിനാണ് പിന്നെ ജനൻ ടി വിയെ വിളിച്ചിട്ട് തീർത്ഥവും വിശ്വാസവും എല്ലാം കലർത്തിക്കൊണ്ട് ഒരു വ്യാജ വാർത്ത അടിച്ചിറക്കി ആ പോറ്റിയുടെ മരണത്തിന് കാരണം കടകംപള്ളി സുരേന്ദ്രൻ തീർത്ഥം വാങ്ങി കളഞ്ഞതാണെന്നൊക്കെ രീതിയിൽ വ്യാജ പ്രചരണം നടത്തിയതിന് പിന്നിലെ ദുരുദ്ദേശം മനസ്സിലാക്കാനുണ്ട്. ഏതൊരു വ്യക്തിയുമായിക്കോട്ടെ, ഏത് മേഖലയിലുമായിക്കോട്ടെ, ചെയ്യുന്ന പ്രവൃത്തി അത് സൽപ്രവൃത്തി അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനും കള്ളം കൊണ്ട് കാര്യസാധ്യം നടത്താൻ വേണ്ടി അയാൾ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ അയാൾ അടിമുടി കാപട്യമാണ്, വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിയാണെന്ന് 100% അടിവരയിട്ട് പറയാം. ഒരു ക്ഷേത്രത്തിലെ പോറ്റി അയാളുടെ ആത്മാവിന് നിരക്കാത്ത രീതിയിൽ ഇമാതിരി പച്ച നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആത്മാവൊക്കെ ഈ പറയുന്ന വിശ്വാസി എന്ന കപട വേഷം ധരിച്ച് നടക്കുന്നവരോട് പൊറുക്കുമോ ഇല്ലയോ എന്ന് നാട്ടുകാർ തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ്.